കഴിഞ്ഞ ദിവസമായിരുന്നു ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ കണ്ണടയിൽ ഒളിക്യാമറയിൽ വെച്ച് സുരേന്ദ്ര ഷാ എന്ന ഗുജറാത്ത് സ്വദേശി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് കടന്നത്. ഇതിൽ പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം, അത്രയ്ക്കും സുരക്ഷാ മേഖലയുള്ള ഒരു പ്രദേശമാണ് ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൽ സുരക്ഷാ മാനദണ്ഡങ്ങളൊക്കെ ലംഘിച്ചാണ് ഈ ഒരു പ്രതി അകത്തേക്ക് കടന്നത്. 56 വയസ്സുകാരനാണ്. കുടുംബാംഗങ്ങളോടൊപ്പമാണ് ഇദ്ദേഹം ഈ ഒരു ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചത്. മധുരയിലും രാമേശ്വരത്തുമൊക്കെ ദർശനം നടത്തിയതിന് ശേഷമാണ് ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് ഇദ്ദേഹം കടക്കുന്നത്. കൂടാതെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അകത്ത്, അതായത് ശ്രീകോവിലിന് അടുത്തേക്ക് വരെ ഈ ഒരു വ്യക്തി എത്തി എന്നുള്ളതാണ് പ്രധാനമായും എടുത്തു പറയേണ്ട ഒരു കാര്യം. ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിൽ വരെ എത്തിപ്പെടണമെങ്കിൽ ഇത്രയും അധികം സുരക്ഷാ വീഴ്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതായിരിക്കും. കാരണം ശ്രീകോവിലിൽ വെളിച്ചം കുറവായതുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണടയിലുള്ള ലൈറ്റ് മിന്നുന്നത് കണ്ടാണ് ഉദ്യോഗസ്ഥർ ഈ ഒരു ആളുടെ പക്കൽ ക്യാമറ ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു കാര്യം മനസ്സിലാക്കിയത്. അതിനെ തുടർന്നാണ് ഫോർട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു പറയുകയും ഉദ്യോഗസ്ഥർ എത്തി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ജാമ്യമില്ലാ വകുപ്പുകളൊന്നും അദ്ദേഹത്തിൻ്റെ മേൽ ചുമത്തിയിട്ടില്ല. കാരണം ജാമ്യം കിട്ടാവുന്ന വകുപ്പുകൾ മാത്രമേ ചുമത്തിയിട്ടുള്ളൂ. അദ്ദേഹം കൗതുകകരമായി ചെയ്ത ഒരു കാര്യമാണിത്. ഗൂഢലക്ഷ്യങ്ങളും ഒന്നും ഇല്ല എന്നാണ് പോലീസ് പറയുന്നത്. എങ്കിൽ പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ നിന്നാണ് പോലീസ് ഇക്കാര്യം മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. കൂടാതെ അല്പസമയത്തിനകം സുരേന്ദ്ര ഷാ എന്ന ഇദ്ദേഹത്തെ വിട്ടയച്ചിട്ടുമുണ്ട്. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനുശ്രീ എം പി, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.